ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖീത്ത മല്ലു. ബിഗ് ബോസ് മറ്റൊരു പ്രൊഡിക്ഷൻ ലിസ്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അവസാന നിമിഷം എന്തായാലും ബിഗ് ബോസ് നമ്മുടെ കൺമുന്നിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾക്കും ഇത്തരത്തിലുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾക്കും തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കും ഒക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഈ വ്യത്യസ്ത മേഖലയിൽ നിന്ന് വ്യത്യസ്ത കഴിവുകളുള്ളവരെ ബിഗ് ബോസ് സീസണുകളിൽ എല്ലാ തവണയും ഉൾപ്പെടുത്താറുണ്ട്. അതിൽ ചിലർ പേർ സീരിയൽ കുടുംബങ്ങളിൽ നിന്ന്, ചിലർ പേർ വൈറൽ താരങ്ങൾ, മറ്റു ചിലർ പേർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ തന്നെ കൊണ്ടുവരുന്നത്, മറ്റു ചിലർ പേർ ബോഡി ബിൽഡിങ്, അങ്ങനെ വ്യക്തമായിട്ട് ഓരോ മേഖലയിൽ നിന്നും ഓരോരുത്തരെ വെച്ച് പിക്കാറുണ്ട്. ഹാസ്യ നടന്മാരുണ്ടാകും, അതുപോലെ തന്നെ വിദേശികൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രത്യേക ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകും. ആ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെറിയ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇതിനു മുമ്പും നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ കാണാൻ ചാനൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോകൾ കണ്ടാൽ മതി. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ തരമായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത് വാർത്താ അവതാരക കൂടിയായിട്ടുള്ള സുജയ്യ പാർവതിയാണ്. നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്ന, വന്നു കഴിഞ്ഞാൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. രണ്ടാമത് മറ്റാരുമല്ല, രേണു സുധിയാണ്. വിവാദങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് അത്തരത്തിലുള്ള കണ്ടന്റുകളും ആഗ്രഹിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ. മൂന്നാമത്തെ താരം സീരിയൽ കുടുംബത്തിൽ നിന്ന് തന്നെ ജിഷിൻ മോഹനാണ്. സ്റ്റാർ മാജിക്കിലൂടെയും പ്രേക്ഷക പ്രതീതി നേടിയ ഒരു വ്യക്തി കൂടിയാണ്. അടുത്തത് ബിജു സോപാനമാണ്. ഉപ്പുമുളകിലൂടെയും വന്ന്, പക്ഷേ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന താരങ്ങളിൽ ഒന്നാണ് അദ്ദേഹം. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വ്ളോഗർ മേഖലയിൽ നിന്ന് ഇത്തവണ വരാൻ സാധ്യതയുള്ളത് ആരെന്ന് ചോദിച്ചാൽ തൊപ്പിയെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അദ്ദേഹം തന്നെ പല വീഡിയോയിലും ഇതിന്റെ സൂചനകൾ തരികയും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് സീരിയൽ കുടുംബത്തിൽ നിന്ന് തന്നെ അച്ചു സുഗന്ധ്. സാന്ത്വനം എന്ന് പറയുന്ന ഒരു സീരിയൽ കഴിഞ്ഞതിന് ശേഷം വലിയ അപ്ഡേറ്റുകളില്ല എത്ത ഒരു താരമാണ്. പക്ഷെ പ്രേക്ഷകർ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു താരങ്ങളിൽ ഒന്നാണ് അച്ചു. ഇനി മറ്റൊന്ന് വിദേശി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ കിലി പോൾ നമ്മുടെ മലയാളം TV ഷോകളിലും അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളിലും ഒക്കെ വന്ന ഒരു താരം കൂടിയാണ്. മലയാളികളെ സംബന്ധിച്ച് പ്രത്യേക ഫാൻ ബേസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് ആഫ്രിക്കക്കാരനായിട്ടുള്ള കിലി പോൾ. ഇനി അടുത്ത ഒന്ന് വ്ളോഗിംഗ് മേഖലയിൽ തന്നെ നിൽക്കുന്ന, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രണവ് കൊച്ചു. ഒരുപാട് ഇഷ്യൂകൾ ഉണ്ടെങ്കിലും വളരെ ഒരു ഡാൻസറാണ്, അതുപോലെ വ്ളോഗറാണ്. വളരെ സാമർഥ്യമുള്ള, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തി കൂടിയാണ്. കാത്തിരിക്കാം. ഇതാണ് ഒരു ചെറിയ പ്രൊഡിക്ഷൻ ലിസ്റ്റ്. ഇതിൽ ആരെയൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.